എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് കുക്കറിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു വെജിറ്റബിൾ സ്റ്റ്യൂവിൻ്റെ റെസിപ്പി കാണാം. അതിന് വേണ്ടിയിട്ട് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. നമുക്കത് വേഗത്തിലൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. ഒരു കുക്കറിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു പിടി കാഷ്യൂ നട്ട്സ് ഇട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. നട്ട്സ് ഒന്ന് റോസ്റ്റായിട്ട് വരുമ്പോൾ കുറച്ച് റേസിൻസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് രണ്ടും റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കോലം, 3 ഏലക്ക, 4 ഗ്രാമ്പു, 2 പീസ് കറുകപ്പട്ട ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതാ എണ്ണയിലിട്ട് 2 മിനിറ്റ് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് നുറുക്കിയതും ചേർത്ത് കൊടുക്കാം. അത് കുറച്ച് നേരം ഒന്ന് വഴറ്റിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഒരു തണ്ട് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 3-4 മിനിറ്റ് കുക്ക് ചെയ്യുമ്പോഴേക്കും സംഭവം റെഡിയാവും. ഇപ്പോൾ ഇത് നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ക്യാരറ്റും ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം മൂടിക്കിടക്കാൻ പാകത്തിന് ഏകദേശം 1 കപ്പോളം വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഒരു ടിന്ന് തേങ്ങാപ്പാലിൻ്റെ 1/4 ഭാഗത്തോളം ഏകദേശം ഒരു 60 ml ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങ പിഴിഞ്ഞാണ് പാലെടുക്കുന്നതെങ്കിൽ 2ാം പാൽ വേണം ചേർക്കാനായിട്ട്. നിങ്ങൾക്ക് ചിക്കൻ ചേർക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ സമയം ചേർക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കുക്കർ അടച്ചിട്ട് 2 വിസിലടിക്കുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 വിസിലടിച്ചു. അതിൻ്റെ പ്രഷറൊക്കെ പോയി. അതിനകത്ത് കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്നുകൂടെ ഓൺ ചെയ്യണം. മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ ക്യാനിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ട് കഴുകി ഒഴിക്കണം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇത് പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടും. ഈ സമയം നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന കാഷ്യൂനട്ടും റേസിൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ തിളയ്ക്കാൻ വെച്ചിട്ട് 2-3 മിനിറ്റായി. തിളച്ചും തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ എളുപ്പത്തിൽ വെജിറ്റബിൾ സ്റ്റ്യൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. താങ്ക്